ഇത് ഇന്നേക്കു വേണ്ടിയുള്ള ഒരു പുലഭ്യ വർഷമായി കരുതി കലി തുള്ളുന്നവർക്കും സമാശ്വസിക്കുന്നവർക്കും തെറ്റുപറ്റി. ഇത് നാളേക്കുള്ളതാണ്, വളരുന്നതും വരുന്നതുമായ തലമുറയ്ക്കുള്ളതാണ്. മലയാളത്തിലെ ഒരു മുൻനിര മാധ്യമത്തിന്റെ സഹജീവിയെയും അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന വ്യവസായ സാമ്രാജ്യത്തിന്റെ നിഗൂഢതകളെയും ചരിത്രത്തിന്റെ ഏടുകൾ ചികഞ്ഞ് പരിശോധിച്ചുകൊണ്ട് ജി ശക്തിധരൻ രചിച്ച വിഷവൃക്ഷങ്ങളുടെ അടിവേരുകൾ തേടി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ മറ്റൊരു പതിപ്പ് തന്നെയാണ്. വാർത്തകൾ അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും മാധ്യമങ്ങളാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് സത്യത്തിന്റെ മുഖംമൂടി ധരിച്ച് നൂറ്റാണ്ടുകളായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുന്ന പ്രമുഖ മാധ്യമത്തെക്കുറിച്ചാണ് പുസ്തകത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്നത്. മറ്റുള്ളവരുടെ വേദനകളെ വിറ്റ് പണമാക്കുക മാത്രമല്ല, ചരിത്രത്തെ തന്നെ മായ്ച്ചു കളയുകയാണ് അവർ ചെയ്യുന്നത്. 11 അധ്യായങ്ങളിലായി രചിക്കപ്പെട്ട ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് കെട്ടുകഥകളോ കേട്ടുകേൾവികളോ അല്ല, മറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും കെട്ടുറപ്പുള്ള അടിത്തറയുണ്ട്. ജനസേവനത്തിനുള്ള ഒരു നൂറ്റാണ്ടിന്റെ പൈതൃകത്തെക്കുറിച്ച് സ്വയം പറഞ്ഞവർ ഊറ്റം കൊള്ളുമ്പോൾ പഴയ തലമുറക്കാരുടെ ഉള്ളിൽ ചിരി പൊട്ടുമെന്ന് ശക്തിധരൻ പറയുന്നുണ്ട്. എങ്ങനെ ചിരിക്കാതിരിക്കുമല്ലേ? ബ്രിട്ടീഷുകാർക്കും രാജാക്കന്മാർക്കും യാതൊരു ജാളിതയുമില്ലാതെ അന്ന് ചുക്കാൻ പിടിച്ചവരാണ് എന്നത് അവർ മറന്നാലും ചരിത്രം മറക്കില്ലല്ലോ. ചരിത്രം സാക്ഷ്യം വഹിച്ച 100 വർഷങ്ങൾ എന്ന് പറഞ്ഞ് ആഘോഷിച്ചു. ചരിത്രം എന്താണ് സാക്ഷ്യം വഹിച്ചത്? ബ്രിട്ടീഷുകാരുടെ കാലു കഴുകി വെള്ളം കുടിച്ചതോ? ആയുസിന്റെ ഏറിയ പങ്കും ദേശീയ സ്വാതന്ത്ര്യ സമരത്തെയും നേതാക്കളെയും ചെളിവാരി എറിഞ്ഞതോ? പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല നാണം കെട്ട ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ കഥകൾ. വെറും വിദ്വേഷ പ്രകടനമായി ഈ പുസ്തകത്തിനെ കണക്കാക്കരുത്. പൊള്ളുന്ന സത്യമായതിനാൽ പലർക്കും ദഹിക്കാൻ പ്രയാസം കാണും, സ്വാഭാവികം. കേരളത്തിന്റെ പൊതുജീവിതത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ വടുവൃക്ഷം ജനങ്ങളുടെയും രാജ്യത്തിന്റെയും ഭാഗധേയം നിശ്ചയിക്കുന്ന ചരിത്ര സന്ധികളിൽ ഇന്നെന്ന പോലെ മുൻപും ഒരു വിഷവൃക്ഷമായിരുന്നെന്ന സത്യം ഈ പുസ്തകം രേഖപ്പെടുത്തുന്നെന്ന് എഴുത്തുകാരൻ പറയുന്നു. പുസ്തകത്തിന്റെ ആമുഖത്തിനൊടുവിൽ ശക്തിധരൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രസ്തുത മാധ്യമ സ്ഥാപനത്തിന്റെ അവകാശവാദങ്ങളും ചരിത്രത്തിന്റെ ഏടുകളും ഒത്തുനോക്കി സത്യം ചികഞ്ഞെടുക്കാൻ അന്വേഷണ കുതുകികളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന്. അതെ, ഒരുപാട് സഹായിക്കുന്നുണ്ട്. സമൂഹത്തിൽ പടർന്നിരിക്കുന്ന ഈ വിഷവൃക്ഷത്തെ പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനോരാജ്യത്തെ വാർത്തകളെ ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കാം. അനാമിക, ന്യൂസ് കേരള.